നീ താഴ്ത്തി തിരി. ഇവിടെ ആ ലേതലിന്റെ പശ ഉണ്ടായിരുന്നു. ഇതെന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പൊ പറഞ്ഞാൽ ഞാനൊന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. പുല്ല് വന്നില്ലല്ലോ, ഞാൻ പറിച്ചു കളയല്ലേ. ഇപ്പൊ നേരെ നടക്കുന്നുണ്ട് ഇതൊക്കെ. ഹലോ, അപ്പൊ കഴിഞ്ഞ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചു. അന്നത്തെ ആ ചലഞ്ച് കുറച്ചൊക്കെ ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ടായി. ഒരു കമാണ്ടി ഇപ്പുറത്തിരിക്കണത് ലച്ചുവിന് കൊടുക്കും. ഏതാ എന്താ അച്ചാറുണ്ടാക്കിയത്, പക്ഷെ അത് അത്ര ഇതായിരിക്കും ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫുഡ് ഭയങ്കര ഇതാന്നാ പറയണ നമ്മുടെ വീട്ടിൽ. ഉപ്പ് ലാസ്റ്റ് ഉപ്പിട്ട് തിളപ്പിച്ചേക്കണ വെള്ളം ഇച്ചിരി വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഹലോ, അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 ദിവസം നമുക്ക് നല്ല വെയിൽ കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. സേതോട്ടം വെട്ടിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഒരു മുല്ലപ്പൂ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മണമൊന്നുമില്ല. അതിങ്ങനെ ചാഞ്ഞു പോയി കാറ്റത്തും മഴയത്തൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലവും നമ്മള് മഴ വരുന്ന മുന്നേ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ കുറ്റി പോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഭംഗിയിൽ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്ന് അടിപൊളിയായിരിക്കും. ഓണത്തിന് ഇത് പൂടാൻ നേരത്ത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത് മതിയത് കേട്ടാ. ഇപ്പൊ നേരെയായില്ലേ. ഇതാ ഈ ചെടിയിലൊക്കെ നല്ല എന്താ പറയാ ഗോൾഡൻ കളറുള്ള പൂവുണ്ടായതാണ് കേട്ടോ. അപ്പൊ എല്ലാം നമ്മൾ വെട്ടി വെട്ടി കുറ്റിയായിട്ട് നിർത്തി. പിന്നെ കുറച്ച് നാള് എന്താ പറയാ മഴയൊക്കെ ഇതിന് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ചെടിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അപ്പൊ കുറച്ച് ചെടിയൊക്കെ മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മാവൻ പോയി കേട്ടോ. ഈ ചെമ്പകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. അവര് റെഡ് ആണെന്ന് പറഞ്ഞ് തന്നതാ. പൂ ഉണ്ടായപ്പോഴാണ് വൈറ്റ് ആണെന്ന് അറിയണത്. പിന്നീടാണ് അറിയണത് ഈ റെഡ് ചെമ്പകവും വൈറ്റ് ചെമ്പകത്തിന്റെ ലീഫിന് നല്ലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് പിന്നെയാണ് കേട്ടോ അറിയണത്. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ചെടി അങ്ങോട്ട് പറിച്ചു കളയാൻ പോകും. അമ്മ പഠിച്ച പണി 18 നോക്കിയിട്ട് അത് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. അമ്മയുടെ ആരോഗ്യം അത്ര പോരായിരുന്നു. അത് കഴിഞ്ഞ് സേതുവെണ്ണം നോക്കിയിട്ട് സേതുവെണ്ണം പറ്റുന്നുണ്ടായില്ല, കാരണം അത്രയും ഉറച്ചിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ബ്ലേഡ് വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ പൂവിന്റെ പേര് ഞങ്ങൾ ശവന്നാറി പൂ എന്നാണ് കേട്ടോ പറയാ. നിങ്ങളൊക്കെ എന്താ പറയാറ്? നല്ല ഭംഗിയാണ് കേട്ടോ പൂ ഉണ്ടാവുമ്പോ, പക്ഷെ ഇതിന്റെ സ്മെല്ല് നമുക്ക് ഒട്ടും പിടിക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ, നമ്മളിങ്ങനെ മതിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടേക്കുക. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ വെട്ടിയിട്ട ചെടികളൊക്കെ അപ്പാപ്പ അവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായി കിടക്കുമല്ലോ. ഇത് നമ്മുടെ കോഴിയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ തല ഇങ്ങനെ ഒടിഞ്ഞ പോലെയാണ് കേട്ടോ ഇരിക്കണത്. അതുകൊണ്ട് ഇതിന് ഫ്രണ്ടിലോട്ട് പോകണമെന്നും അറിയില്ല. അതിങ്ങനെ ചാവാറായി പോയതായിരുന്നു. പിന്നെ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തി കേട്ടോ. പിന്നെ ഒരു പുഴു കണ്ടില്ലേ, ഇത് സേതുവേട്ടൻ പണ്ട് പറഞ്ഞത് ഇത് പ്യൂപ്പാന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞാനാണോ, പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു ചെടിയിൽ നിറച്ചു ഇതിരിക്കുന്നുണ്ടായി കേട്ടോ. ഈ മഴ സമയത്താണ് കേട്ടോ ഇത് വരാറ്. അതുപോലെ ഇത് ആ ചെടിയുടെ ഒക്കെ ഇങ്ങനെ തിന്നു തീർക്കൂട്ടോ. അതുകൊണ്ട് ഇതിന് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരു ചെടിയിൽ അന്ന് കയറി ഇരുന്നിട്ട് ഒരു ഇല പോലും ഉണ്ടായില്ല. ഇത് ഇതിന്റെ ഫ്രണ്ട്സും കൂടി വന്നിട്ട് എല്ലാം അങ്ങോട്ട് കഴിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ പോണ് കണ്ടോ. ഇപ്പൊ സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിയാണ്. മഴയില്ല, വെയിലില്ല. എന്നാലും അച്ഛൻ കുട ചൂടണം. എന്താന്ന് വെച്ചാൽ അച്ഛൻ ഒരു കാക്ക എപ്പോഴും വന്ന് തലക്കിട്ട് കൊത്തലാണ് കേട്ടോ. അത് രാവിലെ പോയാലും ഉച്ചക്ക് പോയാലും. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പോകുമ്പോ കുട ചൂടിയിട്ടാണ് പോവുക. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ അടിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടു. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ നല്ല ക്ഷീണമായിട്ടുണ്ടായി. അപ്പൊ അച്ഛൻ മാങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു. ചിലത് വാങ്ങണ മാങ്ങ നല്ല പുളിയായിരിക്കും, ചിലത് നല്ല മധുരവുമായിരിക്കും. പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ് ആയിരുന്നു, പുളിയും മധുരവും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ലച്ചു അവിടെ ഇരുന്ന് കുർക്കുറയും കണ്ട് ഞാൻ മാങ്ങയും ചെത്തി കഴിച്ച് കുറച്ചു നേരം നമ്മൾ TV ഒക്കെ കണ്ടിരുന്നു കേട്ടോ.
അങ്ങനെ ഈ വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസമായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോണത്. ഹലോ, അപ്പൊ കഴിഞ്ഞ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പുലിയുടെ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അന്ന് നമ്മൾ വാങ്ങിയതാണിത്. പക്ഷെ അന്ന് ആ ചലഞ്ചിന് ഇത് നോക്കിയിട്ട് എന്താ പറയാ കാണാനേ ഉണ്ടായിരുന്നില്ല. ഒരു പുലി ടെസ്റ്റിംഗ് ഉള്ള ഒരു ചലഞ്ചായിരുന്നു. പക്ഷെ വണ്ടി തുറന്നു നോക്കിയിട്ട് ഇന്ന് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇത് വാങ്ങിയതല്ലേ, അന്ന് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിതൊന്ന് വെറുതെ അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാന്ന് വിചാരിച്ചു. വാളംപുളിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ആ ചലഞ്ച് ഒന്ന് ഇത്തിരി കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾക്ക് ഇത് കണ്ടിന്യൂ പെട്ടത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ലച്ചുവിനെ കൂടെ വിളിക്കാം. ലച്ചോ, കമാണ്ടി, നീ പൊട്ടിക്കണ്ട. ഇതിന് നല്ല പുളി ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞ. അന്ന് നമ്മൾ സോഫ്റ്റ് ക്യാൻഡി, ഇത് വാട്ടർ, ഇത് എന്ത് ഫ്ലേവറാന്ന് നോക്കിയത്? കൊക്കോള. അന്ന് ആകെ ഭയങ്കര പുളിയെ. പിന്നെ അതില് നമ്പർ ഇട്ടിട്ടുണ്ടായി 1 2 3 4. നമുക്ക് കിട്ടിയത് 4 ആണ് കേട്ടോ. അത് കുറഞ്ഞു വരുമ്പോഴാണ്, ആ കൂടി വരുമ്പോഴാണ് ആ പുളിന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് ഏതാണ് അവർ പറഞ്ഞത്? പൊട്ടിച്ചോ, കഴിച്ചോ. അപ്പൊ അന്നത്തെ ആ വീഡിയോന് പകരം ചെയ്തിട്ട് ഫാനൊന്നും ഓഫ് ചെയ്യണം. കൊക്കോള ഇത് നല്ലതാന്ന് തോന്നുന്നു കേട്ടോ. അത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കടിക്കുക. ഏറ്റവും വലിയ പീസ് കിട്ടണ ആള് ജയിക്കും. പറഞ്ഞിട്ട് പറ അങ്ങനെ. അപ്പൊ ഇതൊരു പറഞ്ഞില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൊട്ടിച്ചപ്പോഴാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ഗെയിം പോലെ ആക്കാന്ന് വെച്ചാ 2 പേര് അറ്റത്തിട്ട് കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പീസ് ആർക്കാ കിട്ടണത് അവര് വിന്നർ. വിന്നറിന്റെ സമ്മാനമൊന്നുമില്ല കേട്ടോ. സമ്മാനമൊന്നുമില്ല, ടേസ്റ്റ് അറിയാം. നിന്റെ പൊട്ടിപ്പോയാ കഴിച്ചോ ലച്ചു? വേണം അത്ര ഇത് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊക്കോളയുടെ തനി ടേസ്റ്റ്. ചെറിയ കയ്പുണ്ട്. ഞാൻ ജീവിച്ചമ്മക്ക് അടിച്ചടിച്ചില്ലായിരുന്നു. നല്ലതാ, ഇത് അടിപൊളിയാട്ടോ. കോള ഫ്ലേവർ. ഇതിന് 5 രൂപയുള്ളൂ. നല്ലതാ. സോസ് ചലഞ്ചിന് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇത് സോസ് ചലഞ്ചിലൊന്നും പറ്റില്ല കേട്ടോ. ഏതാണ് ശരിക്കും സോറെന്ന് എനിക്ക് ഇപ്പോഴും ഏതോ ഒരു പ്രാവശ്യം വാങ്ങിയപ്പോ അത് കഴിച്ചു നോക്കി. പക്ഷെ അതെന്താണ് ഏതാണെന്ന് അറിയില്ല. ഇവർക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ പറ. ആർക്കെങ്കിലും അങ്ങനെ ഒരു സോർ ക്യാൻഡിയുടെ അത് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അപ്പൊ ഞങ്ങള് ഈ ചലഞ്ചിന് വേണ്ടിട്ട് എത്ര സ്ഥലത്ത് അന്വേഷിച്ചു എന്നറിയോ. പിന്നെ ഇതും കഴിച്ചു നോക്കി. ഇതും കോളയുടെ ടേസ്റ്റാണ്. അതിന് സോഫ്റ്റ് ക്യാൻഡി വാട്ടർമെലൺ ഫ്ലേവർ, അല്ലെങ്കിൽ വല്ല ഫ്ലേവർ പുളിയുള്ള. കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. കുട്ടികൾക്ക് ഇഷ്ടാവും. ഇത് പുളിയാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയുണ്ട്. ഉള്ളിലെന്താ? ഉള്ളില് കൂടുതൽ സ്വീറ്റ് ആണ്. ഉള്ളില് കുറച്ച് വൈറ്റ് പോലത്തെ ഒരു, അതില് മധുരം ഉണ്ട്. പുറത്തേക്കാവും തോന്നുന്നു പുളി അല്ലേ? ചപ്പി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പുളി കിട്ടും. കടിക്കാൻ പാടില്ല. കഴിച്ചോക്കിയാണ്. പുറത്താണ് പുളി, പുറത്ത് പുളി, ഉള്ളിൽ മതിയോ. പക്ഷെ അന്ന് ഞാന് അന്നത്തെ സോർ ചലഞ്ച് വീഡിയോ എന്താ പറയാ, അതിലെനിക്ക് അതും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കഴിച്ചിട്ട്. ഇത് കുഴപ്പമില്ല, നല്ലതാ. ഇത് ചുപ്പാച്ചുവിന്റെ അല്ലേ? കൊള്ളാലടി. കോളയുടെ ആണോ എനിക്ക് ഇഷ്ടം? ഇതാണ്. ഇതിന് 10
10 രൂപ, കോളയുടെ 5 രൂപ. അന്ന് ചലഞ്ചിന് മേടിച്ച എത്ര എന്നറിയോ? 100 രൂപയായിരുന്നു. ഇതായിരുന്നു വേണ്ടത് അന്ന് അല്ലേ? എക്സ്പ്രഷൻ ഇടാതെ കഴിക്കാൻ പറ്റുമോ ഇത്? അടുത്തത് എക്സ്പ്രഷൻ ഇടാതെ കഴിക്കുമോ? നോക്കണം, പൊട്ടിക്കിടി. എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ട്യൂബ്സ് എന്നാണ്. ഇതിന്റെ എന്തൊക്കെ ഫ്ലേവർ ഉണ്ട് ചേട്ടാ? ഞാനിത് എനിക്കറിയില്ല, ഞാൻ ഇത് ഉണ്ടോന്ന് തോന്നുന്നു. ഞാൻ അന്ന് മേടിച്ചപ്പോ ഇത് അങ്ങനെ നമ്മളങ്ങനെ മേടിക്കാറില്ല കേട്ടോ. കുറെ ഫ്ലേവർ ഉണ്ടായതിന്റെ ആണോ? എന്താന്ന് അറിയില്ല, അറിയില്ല അച്ഛനാ, അറിയില്ല. ഇനി പോകുമ്പോ നോക്കാം. സ്ട്രോബെറി. സ്ട്രോബെറി. ഹായ്, ഇത് അടിപൊളിയാണ് ഈ കളറ്. ഇതില് 3 ആണോ? കാണാൻ പറ്റുന്നുണ്ടാ? നല്ല മണം വരുന്നുണ്ട് സ്ട്രോബെറിന്റെ. ആ ഇപ്പുറത്തിരിക്കണത് ലച്ചുവിനോട്. ഏതാ? എന്താ അവള് എക്സ്പ്രഷൻ ഇടാതെ കഴിക്കുമെന്നാ. ഇതിപ്പോ കഴിക്കില്ലേ, ഞാൻ പറയാം. 3 സെയിം അല്ലേ? അല്ല, എന്നാലും ഇതിന് ഇത്തിരി കൂടുതലുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇത് ഉള്ളിലൊരു വൈറ്റ് കളറുള്ള സംഭവമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? മഴയാണോ? മഴയല്ല. അമ്മ എക്സ്പ്രഷൻ നീ ഫസ്റ്റ് കഴിക്കും. എക്സ്പ്രഷൻ ഉണ്ടോ നോക്കണ്ട. മധുരം. ഞാനൊന്ന് ട്രൈ ചെയ്തോക്കാം. മധുരമാണോ? പുളി ഉണ്ടെന്നാലും മറ്റേ അത്രയില്ല. മറ്റത് പുളി ഉണ്ടെന്നാ എനിക്ക് തോന്നണത്. എന്നിട്ട് ഇല്ലെന്ന് കടിക്കുമ്പില്ല, ചപ്പുമ്പോഴാ. ചപ്പുമ്പോ പുളി. ചപ്പി ഒന്ന് പുളി ഇത് വരാൻ പാടില്ല അപ്പുറത്ത്. ഇവര് പറഞ്ഞ ഇങ്ങനെ ചപ്പി ചപ്പി അത്തരത് പതുക്കെ ആസ്വദിച്ചാ കഴിക്കണ്ട്. ഇപ്പൊ അതിനുള്ള സമയമൊന്നുമില്ല. എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഞാൻ ഇട്ടില്ല കേട്ടോ, അപ്പൊ ഞാൻ ജയിച്ചു. അപ്പം ഈ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ടേസ്റ്റ് ചെയ്തതും പിന്നെ നമ്മള് ഇന്നലെ കുറച്ച് വൈകുന്നേരങ്ങളിൽ കുറച്ച് നമ്മുടെ ചെടിയൊക്കെ മുറിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചേർത്ത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു വ്ലോഗ് പോലെ ആയിരിക്കും കേട്ടോ ഇടാൻ വേണ്ടി പോണത്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചൊക്കെ ആയിട്ട് വരാലോ കേട്ടാ. അപ്പൊ അമ്മ അടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി ചക്കട. അപ്പൊ ഇടനയില് നമ്മുടെ വീട്ടില് ചെറിയൊരു മരം ഉണ്ടല്ലേ, ഉണ്ടായി വരുന്നുള്ളൂ. അപ്പൊ എന്നാ പുളി മിഠായി ഒക്കെ കഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ചായ കുടിക്കാൻ സമയമാവണുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് വേറെ കഴിക്കും. ഗോതമ്പ് പൊടിയില ഉണ്ടാക്കിയേക്കുന്ന ഇതിനൊരു മണമുണ്ട്. കണ്ടാ ഇത് വലുതുണ്ടാവും. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടായി വരുന്നുള്ളൂ. ഞാൻ ലക്ഷ്മി ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് ഗോതമ്പിലും ഉണ്ടാക്കും മൈദയിലും. ഇവിടെ ചെയ്തതിന് ഇഷ്ടം മൈദയിലും ഉണ്ടാക്കണം. ചൂടാപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട അതിപ്പോ നമ്മൾ മധുരം കഴിച്ചിട്ടായിരുന്നു. ഇത്ര മധുരം മതി. വടയും കൂടെ കഴിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ചായയും ഇതൊക്കെ കഴിക്കുക. ലക്ഷ്മി ട്യൂഷനും പോണം. കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പൊ പറഞ്ഞാൽ ഞാനൊന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. നല്ല മധുരം. അപ്പൊ എന്താ ഇത് കുറച്ച് പച്ചയാണ്. ഇപ്പൊ ഉപ്പിലിട്ട് അങ്ങോട്ട് വെച്ച അടിപൊളിയായിരിക്കില്ലേ. അപ്പൊ ഫസ്റ്റ് ആണ് ഞാൻ ഈ ഒരു സാധനം കളയും കേട്ടോ. അത് ഇത്തിരി കട്ടിയാണ്. എന്നിട്ടാണ് ഞാന് കഴിക്കാറ്. അത് ഉപ്പിലിടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പിലിടുന്നത്. ഉപ്പിലിട്ട് വെച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാധനം ഇങ്ങോട്ട് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യും. പറഞ്ഞാൽ കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും അച്ചാറും പിന്നെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചത്. അപ്പൊ ഞാനൊരു കോഫിയുടെ ഒരു 4 കുപ്പി ഉണ്ടായിരുന്നു. അത് കഴുകി വെച്ചിട്ടുണ്ട്.
ഇത് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഉപ്പിലിട്ടുള്ളത്. വെറുതെ ഉപ്പിലിട്ട് വെക്കുക. വെറുതെ ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ ലച്ചുവിന് ഇഷ്ടമായത്. ഒരു ദിവസം മുളക് എന്തെങ്കിലും ആകും. ആ മുളക് ഇട്ടിടാന്ന് വെച്ചാൽ അങ്ങനെ ഓവറായിട്ട് എരിവിടണില്ല, കാരണം ലച്ചുവിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുണ്ട്. കാന്താരി ഇല്ല, കാന്താരി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരാഴ്ച എന്റെ അച്ഛൻ കൊണ്ടുവന്നപ്പോ ഇവിടെ അമ്മ ഉണ്ടാക്കി അച്ചാറുണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് അത്ര ഇതായിരിക്കും ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് അരിയുമ്പോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് അരിയുമ്പോ ഇങ്ങനെ സ്റ്റാർ ഷേപ്പിൽ കണ്ട. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ലച്ചു ആദ്യം എന്നോട് ചോദിച്ചിട്ട് ഇതെന്താ അമ്മേ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയണത്, ഇത് കണ്ടിട്ട് തോന്നണില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് വീഡിയോയില് കണ്ട കാര്യങ്ങളൊക്കെ. എന്ത് വീഡിയോയില്? സ്റ്റാർ ഫ്രൂട്ട്. ആ സ്റ്റാർ ഫ്രൂട്ട് ഞാനൊരു ശരണ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ വ്ളോഗ് കാണാറുണ്ട് വയനാട്ടിലുള്ള. അപ്പൊ അതിങ്ങനെ പറിച്ച് കഴിക്കണതും ഇങ്ങനെ ഉപ്പിലിടണതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ നമുക്കിങ്ങനെ വായിലിങ്ങനെ വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് ആ ഒരു സത്യത്തിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ഉപ്പിലിട്ടാലോ എന്ന് വിചാരിച്ചത്. ആ കുട്ടി പറയണ എന്താന്ന് വെച്ചാൽ ഇത് ഉപ്പിലിട്ടിട്ട് നമുക്ക് അതെടുത്ത് അച്ചാറും കൂടി ഉപ്പിലിട്ടതിന് ശേഷം 2 ദിവസം 3 ദിവസം ഒക്കെ കഴിയുമ്പോ ഇതൊന്നും വാടൂലോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എനിക്ക് തരുമോ ഒരു തരിക്ക്? തരാനത് ഇവിടെ ഉണ്ട്. പഴുതാണോ ഇത്? ചിലപ്പോ ഓരോന്നൊക്കെ നമുക്ക് പഴുത്ത് നമ്മുടെ വീട്ടിൽ അങ്ങനെ അങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന കുറച്ച് ഉപ്പും മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ കൊറേ ഒന്നും കിട്ടുമൊന്നുമില്ല. ഇതിപ്പോ അമ്മ പൊട്ടിച്ചത് അവിടെ ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോ മനസ്സിൽ തോന്നൊരു മനസ്സിലൊരു ലഡ്ഡു പൊട്ടി തോന്നുന്നത്. ഞാൻ ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇതിപ്പോ ഉപ്പിലിടാൻ. നീ പറഞ്ഞോ. അപ്പൊ അത് ഈ കുപ്പിയിലാണ് കേട്ടോ ഇടാൻ പോണത്. ഈ കുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കോഫി പൗഡറിന്റെ കുപ്പിയാണ് കേട്ടോ. വേറെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല, കാരണം പെട്ടെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കണ്ടപ്പോ. അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഇതിൽ എത്ര കണ്ട് കൊള്ളുന്നു എനിക്കറിയില്ല കേട്ടോ. ഇത്രയും കൊള്ളുന്നു. ഉപ്പില്ലേ? ഉപ്പ് ലാസ്റ്റ് ഉപ്പിട്ട് തിളപ്പിച്ചേക്കണേയുള്ള വെള്ളം ആണ്. അത് പറ. ഉപ്പ് അതെല്ലാവർക്കും അറിയില്ലേ? നിനക്കറിയോ? ഉപ്പിട്ടിട്ട് വെള്ളം. ഇതില് ഉപ്പിട്ടിട്ടേ ഉപ്പും വിനാഗിരിയും കൂടി ഞാൻ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറി. ഇനി ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലൊരു മട്ട ഊറി കിടക്കണുണ്ടാവും. ഒഴിക്കാം. നിർത്തിക്കോ. കാന്താരി ഇല്ല, ഇങ്ങനത്തെ മുളകില്ലേ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ, അധികം എരിവുണ്ടാവില്ല എന്ന് തോന്നണത്. അധികം എരിവ് വേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അടുക്കനെ ഒന്ന് പൊളിച്ചിട്ടാണ് ഇടുന്നത്. നെസ്കഫേയുടെ കുപ്പിയാണ് കേട്ടോ അത്. പക്ഷെ നല്ലതാട്ടോ, കൊറേ കൊള്ളു. ഇതാ ഇവിടെ ആ ലേതലിന്റെ പശ ഉണ്ടായിരുന്നു കണ്ടോ. അവക്ക് വലിയ ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. അപ്പൊ കൊറേ ദിവസമായിട്ട് മഴയെല്ലാം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെടികളൊക്കെ ഒന്നും നനക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നനക്കാറില്ല. അമ്മ എന്താ ചേടാ ഭയങ്കര പാവം. വെയിലത്ത് വെക്കണം. വെയിലത്തല്ലേ ഇപ്പൊ ഇരിക്കണത്. മതലയില് ചൂട് മതലയില് മൊട്ടാൻ പാടില്ല, മനസ്സിലായ? അപ്പൊ അത് പൊള്ളി പോകും. ചെടി എങ്ങനെയാലും കളയാൻ നോക്കിട്ട് പൂച്ച വന്നിട്ട് നമ്പർ 2 ഇട്ട് വെക്കണം. അതുകൊണ്ട് ഭയങ്കര ശല്യം. ക്ലീൻ ചെയ്തു ഇതൊക്കെ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. ഇതിങ്ങനെ പക്ഷെ ഇതിന് നല്ല കത്രികയില്ല നമ്മുടെ വീട്ടില്. കത്രിക വേണം, ഇതൊക്കെ വേണം ചെയ്യാൻ. അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ? കണ്ടാ പാവങ്ങള് അമ്മേനെ കടിച്ച. ഇതേ ഒരു ചെമ്പകം അന്ന് ഞാൻ ബിരിയാണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല, അതിന്റെ മോളുടെ മോളാണിത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.